പറഞ്ഞ അരുണിമ പറഞ്ഞു, നീയല്ലേ ഫസ്റ്റ് അറിയുന്നത് നിനക്ക്? ആ +2 തൊട്ടാണ് ഞാൻ സേതു നല്ല കമ്പനി ആയത്. പിന്നെ സേതുവിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ക്യാരക്ടറാണ്, വളരെ പാവമായിട്ടുള്ളൊരു കുട്ടിയാണ്, ഒന്നിനും ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഞങ്ങളുടെ കൂട്ടത്തില് ഫസ്റ്റ് കല്യാണം കഴിക്കാൻ പറ്റിയ ഒരാളാണ് സേതു. വെയിറ്റ് ചെയ്തൊന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൾ തന്നെയാണ് ഫസ്റ്റ് കല്യാണം കഴിച്ചത്. ഒരു ഓണപരിപാടിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം പിന്നെ ഫോട്ടോ എല്ലാരും കൂടെ ഫോട്ടോ എടുത്തിട്ടപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോയിൽ അറിയാതെ ഇവൾ എൻ്റെ അടുത്ത് തന്നെ വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ അത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ വേറൊരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു ഇവള് സേതു അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അത് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ കൂടെ പഠിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ ഇവളും എൻ്റെ അനിയനെ ഒന്നിച്ച് പഠിച്ചതാ. ഞാൻ അക്ഷയന്റെ ചേട്ടനാന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ സംസാരിച്ചു. അങ്ങനെ പിന്നെ ഒരു സ്ഥലത്ത് ഒന്നിച്ചായിരുന്നു വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങള് ഹോസ്പിറ്റലിൽ കാണാൻ തുടങ്ങി. പ്രപ്പോസ് ചെയ്തത് ആക്ച്വലി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്നിച്ച് ഒരു വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയനാട് ട്രിപ്പ് പോയി. അപ്പോഴാണ് പറയണത്. തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങൾ ഒന്നിച്ചൊരു സീറ്റിലായിരുന്നു വണ്ടിയിൽ. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ പ്രപ്പോസ് ചെയ്തത്. പിന്നെ എങ്ങനെയോ കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി. പിന്നെ അശ്വതേട്ടൻ അങ്ങ് പോയി. പെട്ടെന്ന് എന്നോടാണ് ആദ്യം പറഞ്ഞത് ഈ കല്യാണത്തിനെ പറ്റി ഇങ്ങനെ ഒരാളെ ഇഷ്ടമാണെന്ന്. സാധാരണ പെൺകുട്ടികളാണ് ഡെയിലി നടക്കണ കാര്യങ്ങളൊക്കെ പറയണം പെൺകുട്ടിക്ക്. പക്ഷെ അശ്വതേട്ടൻ അങ്ങനെയാ, ഡെയിലി എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതൊക്കെ കേൾക്കണം. കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കൂടിയേ നല്ലോണം സംസാരിക്കൂ. പക്ഷെ ആളുടെ കൂടെ കൂടിയിട്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.